പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അള്ളിച്ചെതുതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് ദൈവരാജ്യം ശിശുക്കളെ പോലെ നിർമ്മല ഹൃദയം ഉള്ളവരുടേത് ആണ്. ദൈവരാജ്യം ശിശുക്കളെ പോലെ നിർമ്മല ഹൃദയം ഉള്ളവരുടേത് ആണ്. പരിശുദ്ധനായ മർക്കോസ് എവൻഗേലിയസ്തായുടെ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു ശിശുക്കളെ സ്നേഹിച്ചു, മാത്രമല്ല ശൈശവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു. ശിശുക്കൾ മുതിർന്നവരെ മാതൃകയാക്കണമെന്ന് സാധാരണ പറയുമ്പോൾ യേശു മുതിർന്നവരോട് പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരണമെന്നാണ്. അങ്ങനെ ആയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുള്ളൂ എന്ന് യേശു ക്രിസ്തു എടുത്ത് പറയുന്നു. ശൈശവത്തിൻ്റെ നൈർമല്യം, പതറാത്ത വിശ്വാസം, അനുരഞ്ജനപ്പെടുന്ന മനസ്സ്, അതിരില്ലാത്ത പ്രതീക്ഷ, കളങ്കമില്ലാത്ത സ്നേഹം, ഇവയൊക്കെയും ആണ് ശിശുക്കളെ ദൈവരാജ്യത്തിന് അവകാശികൾ ആക്കുന്നത്. ശിശുരോഗ വിദഗ്ധനും കാൻസർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജെയിംസ് ബ്രൗൺ ഒരു ബാലനെപ്പറ്റി ഹൃദയസ്പർശിയായ സാക്ഷ്യം നൽകുന്നത് ഞാൻ ഒരിക്കൽ വായിച്ചത് ഓർമ്മയുണ്ട്. ബോബി എന്ന 4 വയസ്സുകാരൻ, ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം, വിടർന്ന നീലക്കണ്ണും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള അവൻ ഊർജ്ജസ്വലനായി കാണപ്പെട്ടു. പരിശോധനയിൽ അവന് ലുക്യൂമിയ, രക്തത്തിലെ കാൻസർ ബാധിച്ചെന്ന് വ്യക്തമായി. രോഗത്തിൻ്റെ മാരക സ്വഭാവങ്ങളൊന്നും തിരിച്ചറിയാൻ പ്രായമുണ്ടായിരുന്നില്ല ആ ബാലന്. എങ്കിലും ദീർഘമായ ഏതോ ചികിത്സാ പദ്ധതി വേണ്ടിവരുമെന്ന് അവന് മനസ്സിലായതുപോലെ തോന്നി. ശക്തമായ ഔഷധം, കുത്തിവയ്ക്കുന്ന കീമോതെറാപ്പി, അതായത് ചികിത്സാക്രമം ആരംഭിച്ചു. അത് വളരെ വേദനാജനകമാണ്. കുത്തിവയ്പ്പ് പ്രക്രിയ ഏറെ നേരം കൊണ്ടാണ് തീരുന്നത്. അത് കഴിയുമ്പോൾ വല്ലാത്ത അസ്വാസ്ഥ്യം, ഈർഷ്യ, അതെല്ലാം ധീരതയോടെ ബോബി സഹിച്ചു. തലമുടിയെല്ലാം കൊഴിഞ്ഞു മൊട്ടത്തലേനായി. ചികിത്സ ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിട്ടു. ഡോക്ടർ ബ്രൗണുമായി അവൻ വളരെ അടുത്തു. കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാമായിരുന്ന ഡോക്ടർ അവനോട് ഒരു കൂട്ടുകാരനെ പോലെ വർത്തിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഔഷധം കുത്തിവെക്കുവാൻ നിശ്ചയിച്ചു. അത് വളരെ വേദനയും ഈർഷ്യയും ഉളവാക്കുന്നവയാണ്. എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്, അവൻ്റെ ശരീരത്തിൽ ഏത് മരുന്നാണ് കുത്തിവെക്കാൻ പോകുന്നതെന്ന് ഡോക്ടർ വളരെ വിശദമായി അവനോട് വിവരിച്ചു പറഞ്ഞു. മുമ്പൊക്കെ നന്നായി വർദ്ധിക്കുകയും സഹകരിക്കുകയും ചെയ്തതുപോലെ ഈ പ്രാവശ്യവും അതിനെ അനുവർത്തിക്കണമെന്ന് അവനോട് പറഞ്ഞു. ശാന്തമായി വർദ്ധിച്ചു കൊള്ളാമെന്നും നേഴ്സുമാരും മറ്റ് സഹായികളും ഒന്നും അവനെ പിടിച്ചു കെട്ടേണ്ടി വരില്ല എന്നും അവൻ ഡോക്ടറെ അറിയിച്ചു. കുത്തിവയ്പ്പ് ആരംഭിച്ചപ്പോൾ ബോബി ചോദിച്ചു: ഡോക്ടർ ബ്രൗൺ, നിങ്ങൾ എന്നെ കുത്തുമ്പോൾ ഞാൻ 23-ാം സങ്കീർത്തനം ഉറക്കെ ഉരുവിടുന്നതിൽ തെറ്റില്ലല്ലോ? തീർച്ചയായും അതെല്ലാം നന്നായിരിക്കും എന്ന് ഡോക്ടർ മറുപടി നൽകി. ബോബി വ്യക്തമായും സ്ഫുടമായും സാവധാനത്തിലും സങ്കീർത്തനം ആരംഭിച്ചു. യഹോവ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുള്ള പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് അവൻ സങ്കീർത്തനം പൂർത്തിയാക്കി.
അവൻ കരഞ്ഞില്ല, ശരീരം അനങ്ങിയില്ല. കുത്തിവയ്പ്പ് തീർന്നപ്പോൾ അവൻ പറഞ്ഞു, ഡോക്ടർ ബ്രൗൺ, ഇതെനിക്ക് വലിയ വേദന ആയിരുന്നില്ല. തുടർന്ന് അവൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ബ്രൗൺ, അങ്ങേക്ക് 23-ാം സങ്കീർത്തനം അറിയാമോ? തീർച്ചയായും എനിക്കറിയാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ചൊല്ലിയതുപോലെ ഡോക്ടർ ഒന്ന് ചൊല്ലാമോ? ചൊല്ലാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഡോക്ടർ മറുപടി പറഞ്ഞു. എന്നാൽ ഒന്ന് കേൾക്കട്ടെ എന്നായി ബോബി. ഡോക്ടർ ഒരു വിധത്തിൽ ചൊല്ലിയൊപ്പിച്ചു. അപ്പോഴേക്കും മുറിയിലുണ്ടായിരുന്ന പലരും അവിടെ നിന്ന് സ്ഥലം വിടാൻ തുടങ്ങി. കാരണം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടായിരുന്ന പേടി അടുത്ത ഊഴം എൻ്റേതായിരിക്കും എന്ന് കരുതി അവിടെ നിന്ന് പലരും സ്ഥലം വിട്ടു. അങ്ങനെ ഇരിക്കെ ചെയ്ത് അവൻ ആ ഡോക്ടറോട് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ഡോക്ടർ, ഞാൻ 23-ാം സങ്കീർത്തനം ചൊല്ലുന്നത് എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി തോന്നാറുണ്ട്. എൻ്റെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിൽ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ സമർപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ദുഃഖവും എനിക്കൊരു വിഷമവും പ്രയാസവും ഉണ്ടാകാതെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള ശക്തി എനിക്ക് അവൻ തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് സർ, എല്ലാവർക്കും ഈ സങ്കീർത്തനം ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് സാറ് ആഹ്വാനം ചെയ്യണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് അവൻ പറഞ്ഞു കേട്ട് ഡോക്ടർ ആശ്ചര്യപ്പെട്ടു. വെറും 4 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ മാതാപിതാക്കൾ അവന് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തതായ ആ പരിശീലനം, ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് അവൻ്റെ മാതാപിതാക്കൾ കൃത്യമായി അറിഞ്ഞിരുന്നതിനാൽ, അവൻ്റെ മാതാപിതാക്കൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ അവന് നല്ല ഒരു ബാലനായി ആ ഹോസ്പിറ്റലിൽ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഫേസ് ചെയ്യുകയും എല്ലാവരെയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ബാലനായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിച്ചാൽ ഒരിക്കലും അതിന് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. നിഷ്കളങ്ക മനസ്സോടുകൂടി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിന് നമ്മൾ അവകാശികൾ ആയിത്തീരും എന്നുള്ളതിനും ഈ ഭാഗം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ആയതിനാൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, ഒരു പൈതലിനെ പോലെ നിഷ്കളങ്ക മനസ്സ് ഉള്ളവരാണ് എങ്കിൽ, നിർമ്മലരാണ് എങ്കിൽ സ്വർഗരാജ്യം നമുക്ക് അവകാശമായും. മർക്കോസ് എവൻഗേലിയോസ്തായുടെ ഈ വേദഭാഗം 10-ാം അധ്യായം 15-ാം വാക്യം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതും അത് തന്നെയാണ്. ആയതിനാൽ നമുക്ക് നിഷ്കളങ്കമായ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നുവെങ്കിൽ സഹായിച്ച്, ഇല്ല എങ്കിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി നമുക്ക് ഇന്നു മുതൽ ഈ ലോക ബാക്കി ജീവിതം ജീവിക്കുവാനായി ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.